നമസ്കാരം. ജനമുഖം വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ചേർന്നിട്ടുള്ള മേടക്കൂറ് ധനാഗമം കുറയും, ചിലവ് വർദ്ധിക്കും, ശിരസിനും നേതൃത്തിനും രോഗസാധ്യത കാണുന്നു, ശത്രുഭയം ഉണ്ടാകാം, തൊഴിൽ തടസ്സങ്ങൾക്ക് സാധ്യത കാണുന്നു. ദുരിതങ്ങളെ പരിഹരിക്കുവാൻ ശിവക്ഷേത്രത്തിൽ ജലധാര, പുഷ്പാഞ്ജലി, ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ നടത്തേണ്ടതാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകേരത്തിൻ്റെ 1, 2 പാദങ്ങളും ചേർന്നിട്ടുള്ള ഇടവക്കൂറ് വിവിധ കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം. ഗാർഹിക സുഖവും വിദേശ ധന സമ്പാദനവും വന്നുചേരാം. ധനാഭിവൃദ്ധി ഉണ്ടാകും. സ്വർണ്ണ ധന നിക്ഷേപങ്ങൾക്ക് സാധ്യത കാണുന്നു. രഹസ്യ ബന്ധങ്ങൾ വഴി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മഹാവിഷ്ണുവിന് പാൽപായസം നടത്തി തുളസിമാല സമർപ്പിക്കുകയും ശനീശ്വര പ്രീതി വരുത്തുകയും ചെയ്താൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കും. മകേരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ 1, 2, 3 പാദങ്ങളും ചേർന്നിട്ടുള്ള മിഥുനക്കൂറ് ഉത്സാഹരഹിതനായും പ്രതീക്ഷ കൈവിട്ടവനായും ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞുതിരിയും. ദുഷ്പ്രവൃത്തി, കർമ്മവിഘ്നം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ബുദ്ധിമാന്മാരായ സുഹൃത്തുക്കൾ, പരിചയക്കാർ എന്നിവരിൽ അമിത വിശ്വാസം അർപ്പിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ദുർഗയ്ക്ക് പുഷ്പാഞ്ജലിയും ശ്രീകൃഷ്ണ സ്വാമിക്ക് ഭാഗ്യസൂക്താർച്ചനയും നടത്തേണ്ടതാണ്. പുണർത്തിൻ്റെ 4 പാദവും പൂയോ ആയില്യം ചേർന്നിട്ടുള്ള കർക്കിടകക്കൂറ് വരുമാനം വർദ്ധിക്കും, പ്രവർത്തന മണ്ഡലം വ്യാപിക്കും, പാരിതോഷികങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, ആരോഗ്യം മെച്ചപ്പെടും. സുഹൃത്തുക്കൾ, ബന്ധുജനങ്ങൾ എന്നിവർ വഴി ആഗ്രഹ സഫലീകരണവും നേട്ടവും ഉണ്ടാകാം. ശാസ്താവിന് നീരാഞ്ജനം നടത്തുകയും ദേവിക്ക് രക്തപുഷ്പാഞ്ജലിയും നടത്തിയാൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ 1 പാദം ചെന്നിട്ടുള്ള ചിങ്ങക്കൂറ് ധാരാളം യാത്രകളുണ്ടാകും, ശരീരാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കും. വിവാഹത്തിലൂടെ നേട്ടമുണ്ടാകും. മനസ്സിന് സുഖമുണ്ടാകുന്ന വാർത്തകൾ കേൾക്കുവാനിടയാകും. കാര്യഗ്രഹണശേഷി വർദ്ധിക്കുകയും ചെയ്യും. ശനീശ്വര പ്രീതി വരുത്തുകയും ശാസ്താവിന് നെയ്വിളക്കം നടത്തേണ്ടതാണ്. എള്ളുപായസം നടത്തുകയും ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ദുരിതങ്ങളെ പരിഹരിക്കുവാനായിട്ട് സാധിക്കും. ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ 1, 2 പാദങ്ങളും ചേർന്നിട്ടുള്ള കന്നിരാശി കുടുംബത്തിൽ കലഹത്തിന് സാധ്യതയുണ്ട്. ധനദുർവിനിയോഗം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകാം. കുടുംബ സ്വത്ത് വഴി നേട്ടമുണ്ടാകും. പങ്കാളിത്തത്തിലൂടെ നേട്ടമുണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. ഗണപതിക്ക് നാളികേരം മുടക്കുകയും ചാമുണ്ഡി ദേവിക്ക് അർച്ചന നടത്തുകയും ചെയ്താലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കും. ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങളും ചേർന്നിട്ടുള്ള തുലാക്കൂറ് സ്ത്രീകളെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിജയം, സ്വർണ്ണലബ്ധി എന്നിവ ഉണ്ടാകും. രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. അടുത്ത ബന്ധുക്കളുടെ വിയോഗം വഴി ദുഃഖമുണ്ടാകാനും സാധ്യതയുമുണ്ട്. ഭദ്രകാളിക്ക് പുഷ്പാഞ്ജലി നടത്തുകയും സർപ്പദൈവങ്ങൾക്ക് 100 പാലും നടത്തുകയും ചെയ്യേണ്ടതാണ്. വിശാഖത്തിൻ്റെ 4 പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നിട്ടുള്ള വൃശ്ചികക്കൂറ് ആരോഗ്യം മോശമാകും. ശത്രുഭയം, രോഗഭയം എന്നിവ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. വഴിയാത്രയും ദീനതയും ഉദരസംബന്ധമായ രോഗങ്ങളും സംഭവിക്കും. കാര്യവിജയമുണ്ടാകും. ഉന്നത സ്ഥാനലാഭവും കൈവരിക്കും. ദുർഗാദേവിക്ക് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. സുബ്രഹ്മണ്യ പ്രീതി നടത്തുകയും ചെയ്യുക. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ 1 പാദവും ചേർന്നിട്ടുള്ള ധനുക്കൂറ് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും. കാര്യസിദ്ധി ഉണ്ടാകും. വിശേഷ വസ്ത്രലാഭം, ശത്രുനാശം, ധനമാനപ്രാപ്തി എന്നിവ ഉണ്ടാകും. ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മഹാവിഷ്ണു സ്വാമിക്ക് സഹസ്രനാമാർച്ചന നടത്തുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യേണ്ടതാണ്. ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങളും ചേർന്നിട്ടുള്ള മകരക്കൂറ് അനുകൂലമായ സ്ഥിരോത്സാഹം, സൂക്ഷ്മമായ ഊഹക്കച്ചവടം എന്നിവ പ്രകടമാകും. ഗൃഹത്തിൽ സ്വസ്ഥതയുണ്ടാകും. ജീവിത സാഹചര്യം വെല്ലുവിളി ഉയർത്തുകയും ചെയ്യും. വളർത്തു മൃഗങ്ങൾക്ക് നാശമുണ്ടാകാനായിട്ടുള്ള സാധ്യതയും കാണുന്നു. ശ്രീകൃഷ്ണ സ്വാമിക്ക് നെയ്വിളക്കും അർച്ചനയും നടത്തുക. സർപ്പദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുകയും ചെയ്താൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കും. അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരട്ടാതിയുടെ 1, 2, 3 പാദങ്ങളും ചേർന്നിട്ടുള്ള കുംഭരാശി ജോലിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയും. കാര്യസാധ്യതന് കാലതാമസം നേരിടും. ആരോഗ്യം നിലനിർത്തും. ശത്രുക്കളിൽ നിന്ന് ഭയവും രാജകോപവും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഇഷ്ടജനങ്ങളുടെ വേർപാടുണ്ടാകുവാനും സാധ്യതയുണ്ട്. ശാസ്താവിന് നീരാഞ്ജനം നടത്തുകയും നവഗ്രഹ പ്രീതി വരുത്തുകയും ചെയ്യേണ്ടതാണ്. പൂരട്ടാതിയുടെ 4 പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നിട്ടുള്ള മീനൻ രാശി ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. അച്ചടി, പത്രപ്രവർത്തനം, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം കൈവരിക്കാൻ സാധിക്കും. കമ്മീഷൻ ഏജൻസികൾ മുഖേന നേട്ടമുണ്ടാകും. വാക്കുപാലിക്കും. ഭരണാധികാരികളുമായി കലഹമുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. സർപ്പപ്രീതി വരുത്തുകയും ദേവീക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി പോലെയുള്ള വഴിപാടുകൾ നടത്തുകയും ചെയ്യേണ്ടതാണ്. 2024 മെയ് 29 മുതൽ ജൂൺ വരെയുള്ള സാമാന്യമായിട്ടുള്ള വാരഫലമാണ് ഇവിടെ പ്രതിപാദിച്ചത്. ഓരോ മതവിശ്വാസികളും അവർക്ക്
വിശ്വാസമനുസരിച്ചുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തിയാൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ പരിഹരിക്കുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ശുഭവാരം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.